പുതുക്കാട് നവജാത ശിശുക്കളെ കൊലപ്പെടുത്തിയ സംഭവത്തിൽ മൃതദേഹാവശിഷ്ടങ്ങളുടെ പോസ്റ്റ്മോർട്ടം വരും ദിവസങ്ങളിൽ നടത്തും. ഇതിനുള്ള അപേക്ഷ അന്വേഷണ സംഘം തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നൽകി. ഫോറൻസിക് മേധാവി ഡോക്ടർ KS ഉന്മേഷിന്റെ നേതൃത്വത്തിലാകും പോസ്റ്റ്മോർട്ടം നടക്കുക. പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കേസിൽ അതിനിർണായകമാകും. പ്രതി ഭവിൻ സ്റ്റേഷനിലെത്തിച്ച അസ്ഥികളും പ്രതികളുടെ വീടുകളിൽ നിന്ന് ഫോറൻസിക് സംഘം കണ്ടെത്തിയ അസ്ഥികളും DNA പരിശോധനയ്ക്ക് തിരുവനന്തപുരത്തെ ലാബിലേക്ക് അയക്കും. പ്രതികളുടെ കുറ്റസമ്മത മൊഴികൾക്കപ്പുറം ശാസ്ത്രീയ തെളിവുകൾ കേസ് തെളിയിക്കാൻ അനിവാര്യമാണ്. ഇതുവരെ ഇത്തരത്തിലൊരു കേസ് കേരള പോലീസിന് മുന്നിൽ എത്തിയിട്ടില്ല എന്നതാണ് വസ്തുത. അതുകൊണ്ട് തന്നെ എല്ലാ തെളിവും ശേഖരിച്ച് പ്രതികൾക്ക് അർഹിക്കുന്ന ശിക്ഷ ഉറപ്പാക്കും. കേസിൽ അതിവേഗ കുറ്റപത്രം നൽകും. പ്രതികൾക്കായുള്ള കസ്റ്റഡി അപേക്ഷ ഉടൻ നൽകുമെന്ന് പോലീസ് അറിയിച്ചു. കുഞ്ഞുങ്ങളുടെ മരണം കൊലപാതകമാണെന്ന് തെളിയിക്കാനുള്ള കൂടുതൽ ശാസ്ത്രീയ ഡിജിറ്റൽ സാഹചര്യ തെളിവുകൾ ശേഖരിക്കും. 2021-24 പ്രസവ സമയത്തെ ദൃശ്യങ്ങൾ ഭവിന് അനീഷ കൈമാറിയിരുന്നു. അത് ഭവിൻ ഫോണിൽ സൂക്ഷിച്ചിരുന്നു. ഇവരുടെ ബന്ധത്തിൽ വിള്ളലുണ്ടായ ശേഷം ഫോൺ നശിപ്പിച്ചു. ഈ ഫോൺ വീണ്ടെടുക്കാനുള്ള ശ്രമം വിജയിച്ചിട്ടില്ല. ശനിയാഴ്ച രാത്രി തൃശൂർ ആമ്പല്ലൂർ സ്വദേശി ഭവിൻ പുതുക്കാട് പോലീസ് സ്റ്റേഷനിലെത്തിയതോടെ ചുരുളഴിഞ്ഞത് നാടിനെ നടുക്കിയ ചോരക്കുഞ്ഞുങ്ങളുടെ കൊലയായിരുന്നു. 12:30 മദ്യലഹരിയിലെത്തിയ ഭവിന്റെ കയ്യിൽ അസ്ഥി ഉണ്ടായിരുന്നു. അത് നവജാത ശിശുക്കളുടേത് ആയിരുന്നു. ഭവിൻ ഫേസ്ബുക്ക് വഴിയാണ് വെള്ളിക്കുളങ്ങര നൂൽപ്പുഴ സ്വദേശി അനീഷയെ പരിചയപ്പെടുന്നത്. പിന്നീട് 3 വർഷത്തോളം ഇരുവരും പ്രണയത്തിലായി. ഈ 2 വർഷത്തിനിടെ 2 ആൺകുഞ്ഞുങ്ങൾക്കാണ് യുവതി ജന്മം നൽകിയത്. 2023 ജനിച്ച ആദ്യത്തെ കുഞ്ഞ് പൊക്കിൾ കൊടി തെറ്റിയായിരുന്നു പുറത്തെത്തിയത്. പ്രസവത്തോടെ കുഞ്ഞിന് അനക്കമില്ലായിരുന്നു എന്നാണ് അനീഷ നൽകിയ മൊഴി. 2024 രണ്ടാമത്തെ പ്രസവത്തിലും കുഞ്ഞ് അനക്കമില്ലാതെയാണ് പുറത്തെത്തിയതെന്നാണ് അനീഷ പോലീസിനോട് പറഞ്ഞു. എന്നാൽ രണ്ടും കൊലപാതകമായിരുന്നു. 2023 നവംബർ 6-നും 2024 ഓഗസ്റ്റ് 29-നുമാണ് നവജാത ശിശുക്കളെ ശ്വാസം മുട്ടിച്ച് കൊന്നത്. ഇത് തെളിയിക്കാനാണ് അസ്ഥികൾ പോസ്റ്റ്മോർട്ടം നടത്തിയത്. പ്രതികളുമായി വെവ്വേറെ നടത്തിയ തെളിവെടുപ്പിലാണ് ആദ്യത്തെ കുഞ്ഞിന്റെ അസ്ഥി കഷ്ണങ്ങൾ അനീഷയുടെ വീട്ടുവളപ്പിൽ നിന്നും രണ്ടാമത്തെ കുഞ്ഞിന്റേത് ഭവിന്റെ വീടിനടുത്തുള്ള തോട്ടിൽ നിന്നും കണ്ടെടുത്തത്. ഇരിങ്ങാലക്കുട RTO P ഷിബുവിന്റെയും ചാലക്കുടി DYSP ബിജുകുമാറിന്റെയും സാന്നിധ്യത്തിൽ മുളങ്കുന്നത്തുകാവ് മെഡിക്കൽ കോളേജിലെ ഫോറൻസിക് മെഡിസിൻ വിഭാഗം മേധാവി ഡോക്ടർ AK ഉന്മേഷിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. ഞായറാഴ്ച രാത്രി നടത്തിയ ചോദ്യം ചെയ്യലിൽ കുഞ്ഞിനെ കുഴിച്ചിട്ട സ്ഥലം അനീഷ പോലീസിന് കാണിച്ചു കൊടുത്തു. ഇതിന്റെ അടിസ്ഥാനത്തിൽ വീടിന്റെ ഇടതുവശത്തുള്ള ഒഴിഞ്ഞ പറമ്പിൽ മണ്ണ് മാന്തി 1.5 മണിക്കൂറോളം നടത്തിയ പരിശോധനയിലാണ് 2021 കൊല്ലപ്പെട്ട ആദ്യത്തെ കുഞ്ഞിന്റേതെന്ന് കരുതുന്ന അസ്ഥി കഷ്ണങ്ങൾ കണ്ടെടുത്തത്. രണ്ടാം പ്രതിയായ ഭവിന്റെ ആമ്പല്ലൂരിലുള്ള വീട്ടുവളപ്പിലായിരുന്നു ഉച്ചയ്ക്ക് ശേഷം തെളിവെടുപ്പ്. വീടിനോട് ചേർന്ന തോട്ടിൽ നടത്തിയ തെരച്ചിലിൽ 2024 കൊലപ്പെടുത്തിയ രണ്ടാമത്തെ കുഞ്ഞിന്റെ മൃതദേഹാവശിഷ്ടങ്ങളും ഫോറൻസിക് സംഘം കണ്ടെടുത്തു. അനീഷ 2 തവണ ഗർഭിണിയായതും പ്രസവിച്ചതും കൊലപാതകങ്ങൾ നടത്തിയതും വീട്ടുകാരോ അയൽക്കാരോ അറിഞ്ഞില്ലെന്ന മൊഴി പോലീസ് വിശ്വസിക്കുന്നില്ല. ഇവർക്ക് മറ്റാരുടെയെങ്കിലും സഹായം ലഭിച്ചിട്ടുണ്ടോ എന്ന കാര്യത്തിൽ കൂടുതൽ അന്വേഷണം ആവശ്യമാണെന്ന് പോലീസ് വൃത്തങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്.